ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, ഇപ്പോൾ ബ്രേക്കപ്പ് ആയി, നിങ്ങൾ കുറേ അഡ്വൈസുകൾ യൂട്യൂബിലൊക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് വീഡിയോസ് കണ്ടിട്ട് നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ സ്റ്റാറ്റസ് നോക്കും, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ നോക്കും, ഇനി ബ്ലോക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, സുഹൃത്തുക്കളോട് അന്വേഷിക്കും. ഇങ്ങനെ പല രീതിയിലും ആ വ്യക്തിയെ ചേസ് ചെയ്യുകയും ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിലോട്ടുള്ള ആ ഒരു അറ്റൻഷൻ കുറയുകയും നമ്മുടെ കാര്യങ്ങളിൽ നന്നായിട്ട് ഉഴപ്പുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള കുറച്ച് നാളുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ലൈഫിലോട്ട് കുറച്ച് അറ്റൻഷൻ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഒരു 3 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് ഇത്. നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ആ നോ കോണ്ടാക്ട് റൂളിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് ഈസി ആയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യം നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടിരിക്കാനുള്ള 3 അഫർമേഷൻസ് നോക്കാം. അതിനുശേഷം ഒരു സ്പെഷ്യൽ കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഫസ്റ്റ് അഫർമേഷൻ, എനിക്ക് എൻ്റെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഒഴിവു സമയം ഫലപ്രദമായി ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ അഫർമേഷൻ, എൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ അഫർമേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒത്തിരി തോട്ട്സ് വന്നുകൊണ്ടിരിക്കും, നമ്മുടെ ശരീരം പല രീതിയിലും നമ്മൾ ടയേർഡ് ആയിക്കൊണ്ടിരിക്കും, കാരണം പല തോട്ട് പ്രോസസ്സും വന്നിട്ട്. അപ്പോൾ ഈ ഒരു അഫർമേഷൻ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ഒന്നും ചെയ്യാൻ മൂഡുണ്ടാവില്ല, നമ്മളെങ്ങാനും ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഫ്രീ ടൈം നമ്മൾ ഫലപ്രദമായിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ നിന്നൊരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത്, ആ സമയത്ത് നമ്മൾ ഉഴപ്പാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കരിയറിലും നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉഴപ്പി നടക്കും. അപ്പോൾ ആ ഉഴപ്പലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ അഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 അഫർമേഷൻസ് നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അവിടെ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റും, കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ പലർക്കും ഇത് പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കും. വേർഡ്സ് ആർ സോ പവർഫുൾ. നിങ്ങളിത് എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പറയണമെന്ന് വിചാരിച്ചോ, എടാ നിന്നെ കാണാൻ ഇന്ന് ഒരു ലുക്കും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡൗൺ ആവില്ലേ? അപ്പോൾ അവരെ മുമ്പിൽ കോൺഫിഡൻസ് കാണിച്ചാലും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ ഭംഗിയില്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കും, അല്ലേ? നേരെ മറിച്ച്, എടാ ഇന്ന് നിന്നെ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി, ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്താ? അപ്പോൾ ഒരാളെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സുകളിൽ അപ്പം തന്നെ നമ്മളിൽ ആ എനർജിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ 3 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ നിരന്തരം ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് തുടർച്ചയായിട്ട് ഒരു 21 ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ മടി പിടിക്കാതിരിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവം അവസാനം പറയാമെന്ന് പറഞ്ഞത്, ആ ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് ചേസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, പഴയ പോലെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു അഫർമേഷൻ അയച്ചുതരാം. വെരി 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 പവർഫുൾ. ആ അഫർമേഷൻ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറയുക, 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞത് ഈ ടോപ്പിക്കിൽ പറഞ്ഞ 3 അഫർമേഷൻസ് നൈറ്റാണ് ചെയ്യേണ്ടത്, 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇത് മോർണിംഗിൽ 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയാം 21 ദിവസം. ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യും, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, യാതൊരു സംശയവുമില്ല. ആ അഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.
എന്നിട്ട് മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ്, ആ നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ചേസിങ് അഫർമേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇട്ട് തരാം. നിങ്ങൾ അതൊന്ന് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നിങ്ങളുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്